പായസം ഉണ്ടാക്കുന്ന സാധനങ്ങളില്ല. സേമിയയില്ല, പരിപ്പില്ല, അടയില്ല, ഗോതമ്പ് നുറുക്ക്. പായസം ഉണ്ടാക്കാം. കമോൺ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? നമ്മൾ പറഞ്ഞ പോലെ ഒരു പായസം അല്ലേ? ഇടയ്ക്കൊരു പായസം കുടിക്കാനൊക്കെ ആർക്ക് കൊതില്ലാത്തത് അല്ലേ? അപ്പോൾ പക്ഷേ ഇവിടെ പായസത്തിൻ്റെ സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ അത് ഗോതമ്പ് നുറുക്ക് റെഡിയാക്കാം കേട്ടോ. ആദ്യം നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പുണ്ടല്ലോ, അത് മിക്സിയിലിട്ടിട്ട് 1-2 പ്രാവശ്യം ക്രഷ് ചെയ്താൽ നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഞാൻ അരിപ്പയിൽ അരിച്ചിട്ട് നന്നായി അതിൻ്റെ പൊടിയൊക്കെ കളയുക, ഉമിയൊക്കെ കളഞ്ഞിട്ട് നന്നായി വൃത്തിയാക്കി കഴുകി കുക്കറിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 5-6 വിസിലിനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ വെള്ളം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത്യാവശ്യം വെള്ളം വേണം, അല്ലെങ്കിൽ അത് വേഗം അടി പിടിച്ച് വിസിലൊക്കെ പൊട്ടി തെറിച്ച് പോകും കേട്ടോ, കുക്കറായതുകൊണ്ട് തന്നെ. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലെടുക്കാം കേട്ടോ. തേങ്ങാപ്പാലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ 2 തേങ്ങ എടുത്തിട്ടുള്ളൂ, എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട്. പിന്നെ അതായത് ശർക്കര എടുക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ എത്രയും കൂട്ടും അത്രയും ടേസ്റ്റ് കേട്ടോ. 3-4 തേങ്ങ ഒക്കെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അത് പാലെടുക്കുമ്പോൾ വെള്ളം കുറച്ച് നന്നായി പിഴിഞ്ഞ് പാലെടുക്കണം കേട്ടോ. അപ്പോൾ അതാ തേങ്ങ ചിരവനുണ്ട്, പാലെടുക്കട്ടെ. അപ്പത്തിന് ശർക്കരയൊക്കെ അവിടെ ഇരുന്നിട്ട് നന്നായി ഒരുക്കട്ടെ കേട്ടോ. ശർക്കരയൊക്കെ നന്നായി ഒരുക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ പണി ഇതാ. 2ാം പാൽ കിടക്കുമ്പോൾ വെള്ളം കുറച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ സാധാ വെള്ളത്തിലാണ് ഇപ്പോൾ ഗോതമ്പ് നുറുക്ക് വേവിച്ചിട്ടുള്ളത്. അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ഞാൻ 2ാം പാൽ കുക്കറൊന്ന് കഴുകി അതിൽ എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ശർക്കരയും കൂടെ ഒഴിച്ച് ഓൾറെഡി വെന്തതാണല്ലോ, ഗോതമ്പ് നുറുക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഞാൻ വീണ്ടും സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ഇതാ വറ്റിച്ച് കുറുക്കിയെടുക്കണം. പിന്നെ ഇതാ കുറച്ച് ഏലക്കായ ചതക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്നുകൂടിയും വെന്ത് കുറുകി വരട്ടെ. അപ്പത്തിൻ്റെ ശേഷം തേങ്ങാക്കൊത്ത് മുറിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അണ്ടിയും മുന്തിരിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് പായസം കൊതി വന്നതല്ലേ. അപ്പോൾ അത് കുറുകി വന്നപ്പോൾ ഞാൻ 1ാം പാലും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് തിളക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതാ പാട കെട്ടാണ്ട് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്ത് മോപ്പിച്ചിട്ട് അതും ചേർക്കുക. ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ സാധനങ്ങളൊന്നും എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് മാത്രം ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പായസം കുടിക്കാനുള്ള ആൾക്കാർ അവിടെ റെഡി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് സെർവ് ചെയ്യട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ പായസം ഉണ്ടാക്കി നോക്കിയ ആൾക്കാരുടെ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.